നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ കേരളം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫ്രെയിമിനുള്ളിലാണ് കേരള ജനത. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷൻ തീയതികൾ വന്നു കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ വന്നു, പെരുമാറ്റച്ചട്ടം കേരളത്തിൽ പ്രാബല്യത്തിലായി. നമ്മൾ ഏപ്രിൽ 9 കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 9 മാത്രമല്ല, മെയ് 4 കാത്തിരിക്കുകയാണ്. മെയ് 4 രാവിലെ 11 മണി 12 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയൊക്കെ 16ാം നിയമസഭയെ ആര് നയിക്കും, കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റിനെ ആര് നയിക്കും, ആരായിരിക്കും കേരളം ഭരിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ചിത്രം തെളിയും. കേരളം അതീവ ആകാംക്ഷയോടെ പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൈമെയ് മറന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ഇലക്ഷൻ ചർച്ചകളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകൾക്ക് മുമ്പ് എന്നത്തേക്കാൾ ചൂരും വന്നിരിക്കുന്നു. ഇലക്ഷൻ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ്റെ ഇഷ്യൂ, ഇലക്ഷൻ വിഷയം എന്താണ്, കേരളം അഡ്രസ്സ് ചെയ്യേണ്ട ഇലക്ഷൻ വിഷയം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ചർച്ച രൂപപ്പെടുന്നത്. ആ ചർച്ച മറ്റൊന്നുമല്ല, 1957 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ 2021 15ാം നിയമസഭയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ 70 വർഷം 69 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായാണ് ഒരു സിംഗിൾ പോയിൻ്റ് ഇലക്ഷൻ ക്യാമ്പയിൻ ഇഷ്യൂ രൂപപ്പെടുന്നത്. ആ ഇഷ്യൂ എന്ന് പറയുന്നത്, ആ ഇലക്ഷൻ പ്രചാരണ വിഷയം എന്ന് പറയുന്നത് 3 മുന്നണികൾക്കും ഒരേപോലെ അവഗണിക്കാൻ കഴിയാത്ത, ഒരേപോലെ 3 മുന്നണികളും 3 ദിശയിൽ നിന്ന് വന്ന് ചേരുന്ന വിഷയമാണ്. എന്താണത്? തുടർഭരണം ഉണ്ടോ ഇല്ലയോ. രസകരമാണ് അതേസമയം വളരെ അക്കാദമികമായും പ്രായോഗികമായും ഒക്കെ വളരെ വലിയ ചർച്ചാ വിഷയമാണ്. എങ്ങനെയാണത്? LDFന് തുടർഭരണം ഉണ്ടാവണം, കൂടിയേ പറ്റൂ. കാരണം 3ാം പിണറായി വിജയൻ സർക്കാർ LDFന് യാഥാർത്ഥ്യമാകണം. കാരണം കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ കുതിപ്പിൻ്റെ ജനപക്ഷ അംഗീകാരം ഉണ്ടാവുക 3ാമതും ഒരു തുടർഭരണം ഉണ്ടാകുമ്പോഴാണ്. UDFന് തുടർഭരണം എന്നത് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാ. കാരണം കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ആ മുന്നണിക്കും, ആ മുന്നണി നയിക്കുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് തുടങ്ങിയ പാർട്ടികൾക്കുമെല്ലാം അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് രാഷ്ട്രീയമായി അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്, സംഘടനാപരമായും. പിന്നെയുള്ളത് BJP ആണ്. BJPക്ക് അവർ, അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞു കേരളം BJP പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പിടിക്കുക എന്ന് പറഞ്ഞാൽ കേരളം BJP പിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെത്തുക എന്നാണല്ലോ. കേവല ഭൂരിപക്ഷം എത്രയാണ്? 71 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം. 140 അംഗ നിയമസഭയിൽ 71 സീറ്റുകളെങ്കിലും കിട്ടുന്നവർക്ക് മാത്രമാണ് ഭരിക്കാൻ പറ്റുന്നത്. BJPക്ക് അറിയാം അവർക്കത് കിട്ടില്ല, NDAക്ക് അറിയാം അവർക്കത് കിട്ടില്ല. പക്ഷേ അവർ സ്വന്തം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. 2016 നേമത്ത് O രാജഗോപാൽ ജയിച്ചു, 2021 LDF തിരിച്ചു പിടിച്ചു. ഇത്തവണ BJP കേരളത്തിൽ ഏതെങ്കിലും നിയമസഭാ സീറ്റിൽ ജയിക്കുമോ എന്നുള്ളതിനേക്കാൾ അവർക്ക് പ്രധാനം ആര് വരും എന്നുള്ളതാണ്. അവർക്ക് LDFൻ്റെ തുടർഭരണത്തെ ആ സാധ്യതകൾ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിനെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് BJPക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടകളിലേക്ക്, UDF അധികാരത്തിലിരിക്കുമ്പോഴാണ് അവരുടെ രാഷ്ട്രീയ അജണ്ടകളിലേക്ക് കേരളത്തെ കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുക. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രാഷ്ട്രീയം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയും കേരളം ഭരിക്കുമ്പോൾ, ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, സംഘപരിവാറിന് അവരുടെ വർഗീയ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പാക്കുക എളുപ്പമല്ല, അസാധ്യമാണ്. എളുപ്പമല്ലാതെ മാത്രമല്ല, സാധ്യമേ അല്ല. പക്ഷേ UDF ഭരിക്കുന്ന കാലത്ത്
അവർക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിക്കാൻ, ഒരു സംഘപരിവാർ രാഷ്ട്രീയ സന്ദേശം കേരളത്തിലെ ജനങ്ങളിൽ എത്തിക്കാൻ കേരളത്തെ അവരുടെ ഒരു അന്തർധാരയുണ്ടല്ലോ, യു ഡി എഫുമായിട്ടുള്ള അന്തർധാര, ആ അന്തർധാര അതിന് സഹായിക്കും. അതുകൊണ്ട് അവർക്ക് യു ഡി എഫ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരത് പറയുന്നില്ല എന്ന് മാത്രം. യു ഡി എഫും എൽ ഡി എഫും ഒന്നാണ് എന്നവർ പറയുന്നത് അവർക്കറിയാം. എൽ ഡി എഫ് യു ഡി എഫും ഒന്നല്ല. എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമല്ല യു ഡി എഫിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഈ ഇലക്ഷൻ പോയിൻ്റ് എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 9 കേരളം വിധി എഴുതേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കണം എന്ന് പറയുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. അതിനപ്പുറത്ത് കേരളത്തിൻ്റെ കഴിഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയ അടിസ്ഥാന സൗകര്യ വികസന കുതിപ്പ്, കേരളത്തിൻ്റെ സാമൂഹികമായ പുരോഗതി, സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഉണർവ്, നിലനിൽപ്പ്, ഇതെല്ലാം സജീവമായി തുടരണം. അതിനപ്പുറത്ത് ഐക്യ കേരളത്തിൻ്റെ 7 പതിറ്റാണ്ടിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ ഈ 69 വർഷത്തിൽ ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് 3 പതിറ്റാണ്ട് മാത്രമാണ് ഇടതുപക്ഷം കേരളം ഭരിച്ചത്. ബാക്കി ഏതാണ്ട് 4 പതിറ്റാണ്ടോളം കോൺഗ്രസ് നയിക്കുന്ന ചെറിയ മുന്നണികളോ ഒക്കെയാണ് ഭരിച്ചത്. യു ഡി എഫ് എന്നും എൽ ഡി എഫ് എന്നും 2 മുന്നണികൾ കൃത്യമായി രൂപപ്പെടുന്നത് 1980-ലാണെങ്കിലും അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നയിക്കുന്ന കൂട്ടായ്മയും ഇടതുപക്ഷം നയിക്കുന്ന കൂട്ടായ്മയും പല ഘട്ടങ്ങളിലും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിൽ 3 പതിറ്റാണ്ടോളം മാത്രം ഭരിച്ച ഇടതുപക്ഷമാണ് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെ ഏറ്റവും ശക്തമായി സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ റോള് വഹിച്ചത്. അതിന് തുടർച്ച ആണ് 2026 തെരഞ്ഞെടുപ്പിലും ഉണ്ടാവേണ്ടത് എന്ന കൃത്യമായ രാഷ്ട്രീയമാണ് കേരളത്തെ ഇഷ്ടപ്പെടുന്നവർ, കേരളത്തെ സ്നേഹിക്കുന്നവർ പറയേണ്ടത്. കേരളത്തോട് മാത്രമുള്ള സ്നേഹം കൊണ്ടല്ല, ഇന്ത്യ എന്ന ആശയത്തിൽ നിലനിൽപ്പിന് വേണ്ടി കേരളം കൊടുക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയമായ കൈത്താങ്ങാണത്. രാഷ്ട്രീയമായ സംഭാവന എന്ന് പറയുന്നത് മാത്രം ശരിയാവില്ല. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ നിലനിൽപ്പിന് കേരളം കൊടുക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത്. കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ തുരുത്തിനെ നമ്മൾ കാത്തു സംരക്ഷിക്കുക എന്നതിനർത്ഥം രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തിന് വേണ്ടിയുള്ള നമ്മുടെ പിന്തുണയെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എൽ ഡി എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ഇങ്ങനെയൊക്കെയാണ് പ്രസക്തമാകുന്നത്. അതിന് രാഷ്ട്രീയ ഉള്ളടക്കം ഇതൊക്കെയാണ്. ഇനിയും ഈ വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. 10-24 ദിവസം ഈ വിഷയമല്ലാതെ വേറൊന്നുമില്ല പറയാൻ. നമ്മൾക്ക് വീണ്ടും പറയാം, കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന എൽ ഡി എഫിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി രൂപപ്പെടുത്താം എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.